പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 11 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ചത്, എത്ര അതിശയകരമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ചത്. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം കർത്താവ് തന്നില്ലേ? കർത്താവിൻ്റെ കാര്യം ഉയർത്തി അങ്ങ് സ്തോത്രം പറഞ്ഞ് ആമേൻ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മുടെ പിതാവ് നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ? നമ്മൾ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയത്. ആമേൻ. എത്ര പേർക്ക് ബോധ്യമുണ്ട് കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു? ആ ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി പറയാം, യെസ്, അപ്പയാ എന്നെ എഴുന്നേൽപ്പിച്ചത്. ആമേൻ. ഞാൻ കിടന്നുറങ്ങി, കർത്താവിനെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു പിരിക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഉണർത്തിയ ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ പുലർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, 57-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അധികാരത്തുണരും. 9-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യയെ ഞാൻ കർത്താവിന് കീർത്തനം ചെയ്യും. അമ്മേൻ. 10-ാമത്തെ വാക്യം പറയാം, കർത്താവിൻ്റെ ദയ ആകാശത്തോളവും കർത്താവിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ഹല്ലേലൂയ. അമേൻ. ദൈവമേ, അങ്ങ് ആകാശത്തിന് മീത് ഉയർന്നിരിക്കണമേ, കർത്താവിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ആരും അശ്രദ്ധരായിട്ടിരിക്കരുത്. ആരും അവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ മറ്റ് ചിന്തകളിലേക്ക് പോകല്ല. ഏകാഗ്രപ്പെട്ട് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. എല്ലാവരുടെ മേലും ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. എല്ലാവരുടെ മേലും ദൈവിക സ്വസ്ഥത വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് ക്യാൻസറിനാൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസർ സെല്ലുകൾ ആമേൻ നിർജീവമായി പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരിലേക്ക് ആരോഗ്യമുണ്ടാകട്ടെ, ദൈവിക സമാധാനമുണ്ടാകട്ടെ. ആമേൻ. ആരോഗ്യവും ആയുസ്സും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവെ, വേദനകളാൽ ഭാരപ്പെടുന്നവർ, ശരീരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ വേദനകൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വാദം മുഖാന്തരമുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അതുപോലെ മുഖത്തെ സ്കിന്നിൻ്റെ നിറം മാറി ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിന്മേൽ ജയമുണ്ടാകട്ടെ. സ്കിന്നിൻ്റെ കളറ് നോർമലായി മടങ്ങി വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം നടന്നിരിക്കുന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ മറ്റ് എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. കർത്താവിൻ്റെ പ്രവൃത്തി നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവർക്ക് തക്ക സമയത്ത് വാതിൽ തുറന്നു കൊടുക്കണം, തക്ക സമയത്ത് വഴികൾ തുറന്നു കൊടുക്കണം. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അതുപോലെ കർത്താവെ, വീട് പണി ആരംഭിച്ചു, പകുതി വഴിക്ക് നിർത്തിവെച്ചിരിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ ദൈവിക ഇടപെടൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. തക്കതായ വിവാഹാലോചനകൾ വരട്ടെ. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം
ചെയ്യണം. ഇന്ന് പകൽ കർത്താവ് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം. തക്ക വിവാഹാലോചനകൾ വരുവാനും കർത്താവെ തക്ക സമയത്ത് അവർ വിവാഹം നടക്കുവാനും കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ഓർക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ, അവരെ ആദരിക്കണമേ, അവരെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകമെമ്പാടും നാളെ നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്മേലും വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതം അനുഭവങ്ങൾ മാറട്ടെ. ഈ ഇയർ ഓഫ് ബ്ലെസ്സിങ്സിൽ കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് ഇവരുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആകട്ടെ. പുത്തൻ അനുഭവങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കിനി അടുത്ത ഓൺലൈൻ മീറ്റിംഗ് ഉള്ളത് മൺഡേ ആണ്, തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30 അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മോർണിംഗ് മെസ്സേജ് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് നിങ്ങളൊരു സുവിശേഷ വേലയുടെ ഭാഗമായി മാറും. ആമേൻ. അതുപോലെ തന്നെ മൺഡേ വെനസ്ഡേ മീറ്റിങ്ങുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആ ലിങ്കുകളൊക്കെ കൊടുക്കുകയും ഇപ്പോഴേ അടുത്ത മൺഡേയിലെ മീറ്റിങ്ങിന് വേണ്ടി ഓരോരുത്തരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും. അവരെയൊക്കെ നിങ്ങൾക്ക് അതിൽ പങ്കാളികളാക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, അല്ലെങ്കിൽ ഒരു വേദപുസ്തകത്തിലുള്ള സകല വാക്യങ്ങളെയും കൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഇതാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് വാക്യം. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. തൻ്റെ ഏകജാതനായ പുത്രനാരാ? യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോവുകയില്ല. ഇന്ന് കർത്താവിൽ വിശ്വസിച്ച ആരെങ്കിലും ഉണ്ടോ? അവർ നശിച്ചു പോകത്തില്ല. അവർ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ പറയണം, നോ ചാൻസ്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ നശിച്ചു പോകത്തില്ല. കരമുയർത്തി പറ, ഞങ്ങൾ നശിച്ചു പോകത്തില്ല. അടുത്ത വാക്യം പറയുക, നിത്യജീവൻ. അവർക്ക് എന്താ കൊടുക്കുന്നത്? പാപമോചനം മാത്രമല്ല, രോഗസൗഖ്യം മാത്രമല്ല, ആമേൻ, ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ മാത്രമല്ല, അതിലൊക്കെ ഉപരിയായി കർത്താവ് തരുന്ന ഗിഫ്റ്റാണ് നിത്യജീവൻ. അല്ലെങ്കിൽ എന്താ എന്ന് പറയുന്നത്? എവർ ലാസ്റ്റിംഗ് ലൈഫ്. അതാണ് കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:47 യേശു ഇങ്ങനെ പറഞ്ഞു, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതായത് ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്. ഈ സാധാരണ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ജീവനാണ്. അതുപോലെ തന്നെ ഒരാൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ യേശുവിൻ്റെ കർത്താവാണെന്നും യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് മനുഷ്യൻ്റെ ജീവനല്ല, അവന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ജീവനാണ്. അതിനായിട്ട് സ്തോത്രം പറയാം. ഈ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ് ഇന്ന് നിത്യജീവൻ ലഭിച്ച എത്ര പേരുണ്ട്? ഇത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ജീവനല്ല. ഇത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷം നമുക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ. ആമേൻ. ഇതൊരു വരാൻ പോകുന്ന വാഗ്ദത്തമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. വാഗ്ദത്തമല്ല, ഇപ്പോഴുള്ള യാഥാർത്ഥ്യമാണ്. അതായത് വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. എന്ത് തന്നു? ദൈവം നമുക്ക് എന്ത് തന്നു? നിത്യജീവൻ തന്നു. കരമുയർത്തി എല്ലാവരും പറഞ്ഞ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും പറഞ്ഞ്, എനിക്ക് നിത്യജീവനുണ്ട്. ഒരിക്കലൂടെ പറഞ്ഞ്, എനിക്ക് നിത്യജീവനുണ്ട്. ഒരിക്കലൂടെ പറഞ്ഞ്, എനിക്ക് നിത്യജീവനുണ്ട്. അപ്പം എന്നിട്ട് പറയുക, ആ സാക്ഷ്യം 1 യോഹന്നാൻ 5:11, ആ സാക്ഷ്യമോ ദൈവം എനിക്ക് എന്ത് തന്നു? നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ടെന്നുള്ളത് തന്നെ. അപ്പോൾ ഈ എനിക്ക് ലഭിച്ച നിത്യജീവൻ ആരിലുണ്ട്? യേശു ക്രിസ്തുവിലുണ്ട്. എല്ലാവരും പറ, യേശു ക്രിസ്തുവിലുണ്ട്. ആമേൻ. പുത്രനുള്ളവൻ എന്തുണ്ട്? ജീവനുണ്ട്. അപ്പം നമ്മൾ ക്രിസ്തുവിലായപ്പോൾ ക്രിസ്തു നമ്മുടെ അകത്തായി. ആമേൻ. യേശുവിലായപ്പോൾ യേശു നമ്മുടെ അകത്തായി. നമുക്ക് എന്ത് ലഭിച്ചു? നിത്യജീവൻ ലഭിച്ചു. ദൈവപുത്രൻ ഇല്ലാത്തവൻ എന്തില്ല? നിത്യജീവനില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഹല്ലേലൂയ. ഈ അത്ഭുതകരമായ സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇത് നമ്മളെ ഈ ഒരു ബോധം, എൻ്റെ അകത്ത് നിത്യജീവൻ
നിത്യജീവനുണ്ട്. ആമേൻ. മരണത്തെ വെല്ലുന്ന, അല്ലെങ്കിൽ മരണത്തെ ജയിച്ച ജീവൻ, രോഗത്തിൻ്റെ മുകളിലുള്ള ജീവൻ, ഒന്നിൻ്റെ താഴെയല്ല. നമ്മുടെ അകത്തുള്ളത് ഗോഡ് കൈൻഡ് ഓഫ് ലൈഫാണ്. ദൈവത്തിൻ്റെ ജീവനാണ് നമ്മുടെ അകത്തുള്ളത്. യേശു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിൽ ഉണ്ടായിരുന്നത് നിത്യജീവനായിരുന്നു. ആ നിത്യജീവനിൽ യേശു ജീവിച്ചു. ആമേൻ. ആ നിത്യജീവൻ, ആമേൻ, യേശു നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മളിലേക്കും കൈമാറ്റപ്പെട്ടത് നിത്യജീവൻ. നമ്മളിപ്പോൾ ഒരാളോട് സുവിശേഷം പറഞ്ഞ് അവർക്ക് യേശുവിനെ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്കും കൈമാറുന്നത് നിത്യജീവനാണ്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും പറയണം, ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ്. എനിക്കെന്തുണ്ട്? നിത്യജീവനുണ്ട്. ഒന്നുകൂടെ കൈകൾ ഉയർത്തി പറഞ്ഞ്, എനിക്കുള്ളത് എന്താണ്? ഇത് സ്വർഗത്തിൽ പോകുമ്പോൾ ലഭിക്കുന്ന ജീവനല്ല. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്കെന്തുണ്ട്? നിത്യജീവൻ ലഭിച്ചു. കരമുയർത്തി കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞ്, നിത്യജീവൻ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ഒരു ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കണം കേട്ടോ. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ, ഐ ആം ബ്ലസ്ഡ്, ഐ ആം റിയലി ബ്ലസ്ഡ്, ഐ ആം പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വർദ്ധിച്ച് പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? നമുക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഉണ്ടാകുമെന്നല്ല, ലഭിക്കുമെന്നല്ല. ഇറ്റ് ഈസ് ഓൾറെഡി കം. നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.